പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുക സ്റ്റുഡൻസിനായിരിക്കും. കാരണം ഒരു കോളേജിൽ പഠിക്കുന്ന സ്റ്റുഡൻ്റ് ആണെങ്കിൽ അവരുടെ ഷോർട്ട് ടൈം ആവശ്യങ്ങൾക്ക്, ചെറിയ ചെറിയ ആവശ്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പേഴ്സണൽ ലോൺ ആപ്ലിക്കേഷനാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ ഒരു റിവ്യൂ ആണ് നമ്മൾ ചെയ്യുന്നത്. ഈ ആപ്ലിക്കേഷനിൽ ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ തൊട്ട് ഞാൻ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. ഏകദേശം ഒരു 3 വർഷത്തെ യൂസ് ഈ ആപ്ലിക്കേഷനിൽ എനിക്കുണ്ട്. 3 വർഷത്തോളം ഞാൻ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ടുണ്ട്. അതിനുശേഷം ഉള്ള ഒരു റിവ്യൂ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ആപ്ലിക്കേഷനെ പറ്റി പറയുകയാണെങ്കിൽ കിടു ആപ്ലിക്കേഷനാണ്. ഞാൻ അത്യാവശ്യം നല്ല രീതിക്ക് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ടുണ്ട്. നമുക്ക് യാതൊരു തരത്തിലുള്ള പ്രശ്നമോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ ഒറ്റ തവണ പോലും ഇതിൽ റീപേ ചെയ്യുമ്പോൾ ലേറ്റായിട്ട് റീപേ ചെയ്തിട്ടില്ല എൻ്റെ ലൈഫിൽ. അല്ലെങ്കിൽ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് തുടങ്ങിയതിന് ശേഷം ഒരൊറ്റ തവണ പോലും നമ്മൾ ലേറ്റായിട്ടൊന്നും ഇതിൽ റീപേ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവരെനിക്ക് നല്ല പോലെ ഇവരെന്നെ ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു എമൗണ്ട് ആവശ്യം വരുന്ന സമയത്ത് ജസ്റ്റ് ആപ്പ് എടുത്ത് 2 ക്ലിക്ക് കഴിഞ്ഞാൽ ഒരു 2-3 മണിക്കൂറിനുള്ളിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ആവും. അതിനി ഇൻ കേസ് നിങ്ങൾ പേടിഎമ്മിലോട്ടാണ് വിഡ്രോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഒരു മിനിറ്റിനുള്ളിൽ ക്രെഡിറ്റ് ആവും. ബാങ്ക് അക്കൗണ്ടാണ് പിന്നെ ഡിലേ ആവുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഫാസ്റ്റായിട്ട് നമുക്ക് ഇതിന്ന് വിഡ്രോവൽ അല്ലെങ്കിൽ ഡിസ്ബഴ്സ്മെൻറ്റ് നടക്കും. പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് അല്ലെങ്കിൽ പേടിഎം അക്കൗണ്ടിലോട്ട് കിട്ടുന്നതായിരിക്കും. ഇനി ഇതിൻ്റെ കാലാവധി എങ്ങനെയാണെന്ന് പറയാം. ഇതിൽ കാലാവധി നമുക്ക് 4 മാസം വരെയൊക്കെ കിട്ടും. 1 മാസം, 2 മാസം, 3 മാസം, 4 മാസം അങ്ങനെ നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇതിൽ കിട്ടുന്ന ലിമിറ്റ് തുടക്കത്തിൽ നിങ്ങൾക്ക് വലിയ ലിമിറ്റൊന്നും കിട്ടത്തില്ല. എനിക്ക് ആദ്യം കിട്ടിയ ലിമിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 500 രൂപയായിരുന്നു. അതും ഒരു ആധാർ കാർഡിൻ്റെ ബലത്തിൽ നമുക്കിതിൽ കിട്ടിയ ലിമിറ്റ്. ഞാനൊരു ആധാർ കാർഡ് മാത്രം അപ്ലോഡ് ചെയ്തിട്ടാണ് ഇതിൽ അക്കൗണ്ട് എടുത്തത്. ഇതിൽ ആധാർ മാത്രം ഉണ്ടെങ്കിൽ ആപ്പിൽ നമുക്ക് അക്കൗണ്ട് എടുക്കാനായിട്ട് പറ്റും. പക്ഷേ പാൻ കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി അഡ്വാൻസ് ആണെന്ന് മാത്രം. അതായത് കുറച്ചുകൂടി എമൗണ്ട്സ് ഒക്കെ കിട്ടാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. വലിയ ലിമിറ്റ്സ് കിട്ടാനായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യും പാൻ കാർഡ് ഉണ്ടെങ്കിൽ. അതേപോലെ ഇതിൽ RBI രജിസ്റ്റേർഡ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ RBI രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു NBFC ആപ്ലിക്കേഷനാണ് നമ്മുടെ M-Pocket. RBI രജിസ്റ്റേർഡ് ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള പേടിക്കും കാര്യങ്ങളൊന്നും വേണ്ട. പിന്നെ ഇതിൽ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു എമൗണ്ട് ഇതിൽ നിന്ന് ലെൻഡ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ച് പേ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതല്ലാതെ വെറുതെ ഇപ്പോൾ സ്റ്റുഡൻ്റ് ആകുമ്പോൾ വെറുതെ കയറി എടുത്തത് തിരിച്ച് അങ്ങോട്ട് അടയ്ക്കേണ്ട എന്ന തരത്തിലുള്ള ഒരു പേയ്മെൻ്റ് ആണ്. അങ്ങനെ നിങ്ങൾ വിചാരിച്ചെടുത്തു കഴിഞ്ഞാൽ അത് ഷുവറായിട്ട് പണി കിട്ടും, നല്ല പോലെ പണി കിട്ടും. അതിപ്പോൾ തന്നെ പറയുന്നു, ഇതൊരു ഫിനാൻഷ്യൽ അഡ്വൈസ് അല്ല. നിങ്ങളുടെ ഓൺ റിസ്കിൽ മാത്രം ട്രൈ ചെയ്യാം. ഞാൻ ഷുവർ പറയുന്നു, നിങ്ങൾ ഇന്ന് എടുത്ത് ഒരു മാസം കഴിഞ്ഞിട്ട് ആ ഭാഗത്തോട്ട് നോക്കിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഷുവറായിട്ട് നല്ല പണി കിട്ടും. അപ്പോൾ എടുത്ത് അടയ്ക്കുമെന്ന് ഉറപ്പുള്ളവർ മാത്രം ഇങ്ങനെയുള്ള ആപ്സിലൊക്കെ ട്രൈ ചെയ്യുക. അതേപോലെ ഈ M-Pocketലും ട്രൈ ചെയ്യുക. അങ്ങനെയുള്ളവർ മാത്രം ട്രൈ ചെയ്താൽ മതി. ഇതിൽ വേണ്ട ഡോക്യുമെൻറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആധാർ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം, ലൈസൻസ് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് വെരിഫിക്കേഷൻ ഉണ്ട്. ആ വെരിഫിക്കേഷൻ നിങ്ങളുടെ കോളേജ് ID കാർഡ്, കോളേജ് സ്റ്റുഡൻ്റ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബേസിക് ഡീറ്റെയിൽസ് അതൊക്കെ അതിൽ ആപ്ലിക്കേഷനിൽ കാണിക്കും. അതൊക്കെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അതൊക്കെ അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ട് ഫൈനലി ഒരു 100% എല്ലാം കംപ്ലീറ്റ് ചെയ്തിടുക. അതായത് നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്ത് എല്ലാം കംപ്ലീറ്റ് ചെയ്തിടുക. അങ്ങനെ കംപ്ലീറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഫൈനലി അവർ നിങ്ങളെ വിളിച്ചതിന് ശേഷം നിങ്ങളത് വെരിഫൈ ചെയ്യും. നിങ്ങൾ തന്നെയാണോ അപ്ലൈ ചെയ്തത്, നിങ്ങൾക്ക് എത്ര ലിമിറ്റ് വേണം, നിങ്ങളെ കൊടുത്തില്ല എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർ നിങ്ങളെ വിളിച്ച് അവർ കോൾ ബാക്ക് ചെയ്തിട്ട് അവർ മാക്സിമം നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യും. അതിനുശേഷം നിങ്ങൾ എന്തെങ്കിലും കൊടുത്തിട്ടുള്ള ഡോക്യുമെൻറ്റ്സോ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ, ചിലപ്പോൾ നിങ്ങൾ കൊടുത്ത ആധാർ കാർഡിൽ ചിലപ്പോൾ ഫോട്ടോ എടുത്ത് ശരിയായിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ പാൻ കാർഡ് ചിലപ്പോൾ കൊടുത്തപ്പോൾ നമ്പർ കറക്റ്റിൽ തെറ്റി അടിച്ചിട്ടുണ്ടാവും, കറക്റ്റ് അടിക്കാതെ. അങ്ങനെ ഉണ്ടെങ്കിൽ അവർ കോൺടാക്ട് ചെയ്തിട്ട് പറയും ഇങ്ങനെ നമ്പേഴ്സ് തെറ്റിയിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ നമ്പേഴ്സ് കറക്റ്റ് ചെയ്യാവുന്നതാണ്. അവർക്കത് വാട്സപ്പിലോ മെയിലായിട്ടോ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ അപ്ഡേറ്റ് ചെയ്യാമെന്ന് പറയും. അങ്ങനെ ഉണ്ടെങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്യിപ്പിക്കാനും ഓപ്ഷൻ ഉണ്ട്. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ലിമിറ്റ് നിങ്ങൾക്ക് അവിടെ കാണും. ആ ലിമിറ്റ് കണ്ടു കഴിഞ്ഞാൽ ആ ലിമിറ്റിൽ ക്ലിക്ക് ചെയ്യുക. ആ ലിമിറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ എമൗണ്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് വിഡ്രോ ചെയ്യാം. ഇതിന് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പേഴ്സൻറ്റേജ് ആയിട്ട് പറയുന്നില്ല, ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ 2000 രൂപ നിങ്ങൾ ഇതിന് ലെൻഡ് ചെയ്യാണ് ഒരു മാസത്തേക്ക് എടുക്കുകയാണെങ്കിൽ 2000 ഒരു മാസത്തേക്ക് ഏകദേശം 180 രൂപയോളം ഇൻട്രസ്റ്റ് വരുന്നുണ്ട്. ഒരു മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം അപ്രോക്സിമേറ്റ് പറയുകയാണെങ്കിൽ 200 രൂപയോളം നമുക്ക് ഇൻട്രസ്റ്റ് വരുന്നുണ്ട്. ഒരു 20% നമ്മൾ ഇൻട്രസ്റ്റ് അവർക്ക് പേ ചെയ്യേണ്ടതുണ്ട്. എല്ലാ പ്രോസസ്സിംഗ് ഫീ, GST എല്ലാം കഴിച്ചിട്ടാണ്. ഇത് ഇൻട്രസ്റ്റ് മാത്രം പറയാൻ പറ്റത്തില്ല. ഞാൻ എല്ലാം കൂടിയിട്ടുള്ള ഒരു ഫീ പറഞ്ഞെന്നുള്ളൂ. ഇത്രയും എമൗണ്ട് നമ്മൾ അവർക്ക് തിരിച്ച് റീപേ ചെയ്യേണ്ടത് വരും. ഒരു മാസം കഴിഞ്ഞ് 2000 രൂപ എടുത്തു കഴിഞ്ഞാൽ ഏകദേശം 2200 രൂപയായിട്ട് നമ്മൾ അങ്ങോട്ട് അവർക്ക് റീപേ ചെയ്യണം. ഇതാണ് അതിൻ്റെ ഒരു സിസ്റ്റം. ഇതേപോലെ 500 നമുക്ക് എടുക്കാം, 1000 എടുക്കാം, 2000 എടുക്കാം. നമുക്ക് ഒറ്റ തവണ മാക്സിമം എടുക്കാൻ പറ്റുന്നത് 2000 രൂപയാണ്. ഒരു തവണ നമുക്ക് മാക്സിമം 2000 രൂപ മാത്രമാണ് ലെൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ 3 മാസത്തേക്കൊക്കെ ഓപ്ഷൻ ഉണ്ട്. 3 മാസത്തേക്കൊക്കെ ഓപ്ഷൻ വെക്കുമ്പോൾ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക, 600 രൂപയോളം നിങ്ങൾ റീപേ ചെയ്യണം. 2000 രൂപ 3 മാസം കഴിഞ്ഞിട്ടാണ് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഇതിൽ 20% ഇൻട്രസ്റ്റ് വരുന്നുണ്ട്. അത് നമുക്ക് മുന്നേ അവർ പറയുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് എടുക്കാൻ താല്പര്യമുള്ളവർ മാത്രം ട്രൈ ചെയ്ത് നോക്കുക.
ഇങ്ങനെയാണ് ഇതിന് ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ നിങ്ങൾ എത്ര എമൗണ്ട് എടുക്കുകയാണെങ്കിലും ഇപ്പോൾ 500 രൂപയാണ് എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഏകദേശം ഒരു 50 രൂപയോളം ഒരു മാസം കഴിഞ്ഞാൽ നിങ്ങൾ കൊടുക്കണം. 550 രൂപയായിട്ട് ഒരു മാസം കഴിഞ്ഞാൽ നിങ്ങൾ റീപേ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ. ഒരുപാട് യൂസേഴ്സ് ഈ ആപ്ലിക്കേഷൻ ഉണ്ട്. 10 മില്യൺ ഡൗൺലോഡ്സ് നമുക്ക് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ് ഈ ആപ്പിനെ. അപ്പോൾ ഇതൊക്കെ ഒരു ഷോർട്ട് ടൈം ആവശ്യങ്ങൾക്ക് മാത്രം, അല്ലെങ്കിൽ പെട്ടെന്ന് എവിടെയും കിട്ടില്ല ഒരു ആപ്പിൽ നിന്ന് എടുക്കാമെന്നൊരു മൈൻഡിൽ മാത്രം എടുക്കുക. അങ്ങനെ എടുക്കാൻ താല്പര്യമുള്ളവർ മാത്രം ഇങ്ങനെയുള്ള ആപ്സിനെ ഡിപ്പെൻഡ് ചെയ്താൽ മതി. ഞാൻ വീഡിയോയിൽ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് അതുകൊണ്ടാണ്. കാരണം കുറേ പേര് ഇത് എടുത്ത് തിരിച്ച് റീപേ ചെയ്യാതെ അവരെ കോൾ ബാക്സ് ഒരുപാട് പേര് അവരെ വിളിക്കും ഇങ്ങനെ റീപേ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ചിലപ്പോൾ വിളിച്ച് അവരുടെ ടോണൊക്കെ മാറും. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ അടിയിൽ പോയിട്ട് കമൻറ്റ് ഇടുമ്പോൾ ഉടായ്പ ആപ്ലിക്കേഷനാണ് നിങ്ങൾ റിവ്യൂ ചെയ്യുന്നത്, നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ എന്നെ വിളിച്ച് ചീത്ത പറഞ്ഞു, ഹരാസ് ചെയ്തു എന്നൊക്കെ പറയും. അപ്പോൾ നിങ്ങളുടെ ഹരാസ്മെൻറ്റിന് ഇടയാക്കാനുള്ള കാരണം നിങ്ങൾ റീപേ ചെയ്യാത്ത കാരണമാണ്. ഇവർ ഇൻട്രസ്റ്റും റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് നിങ്ങളെ കൊണ്ട് അവർ ഇത് എടുപ്പിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ എടുക്കുന്നതെല്ലാം അറിഞ്ഞുകൊണ്ടാണ്, എല്ലാ റേറ്റും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടാണ് നിങ്ങൾ ഇതിൽ ഏത് ആപ്പിലാണെങ്കിൽ കൂടി നിങ്ങൾ എടുക്കുന്നത്. അതിന് ശേഷം പിന്നെ നമ്മൾ അങ്ങനെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ നിങ്ങളുടെ ഓൺ റിസ്കിൽ മാത്രം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം, ഒരാളെ ഫോഴ്സ് ചെയ്യുന്നില്ല, നമ്മളൊരു കണ്ടൻറ്റ് മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം എടുക്കാവുന്നതാണ്. ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും. ഇത് നമ്മളൊരെണ്ണം എടുക്കുന്നത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എങ്ങനെയാണെന്നൊക്കെ ജസ്റ്റ് ഒന്ന് സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് നമ്മൾ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ്റെ ഒരു സ്ക്രീൻ റെക്കോർഡ് നമ്മൾ അടുത്ത് കാണിക്കുന്നുണ്ട്. ഈ റൈറ്റ് സൈഡിൽ കാണാനായിട്ട് പറ്റും. അപ്പോൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങളൊരു ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ വെച്ച് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തെടുക്കുക. സിമ്പിളായിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തെടുക്കാം. ഞാൻ എൻ്റെ അക്കൗണ്ട് ഒന്ന് ലോഗിൻ ചെയ്ത് കാണിക്കാം. നമ്മൾ അക്കൗണ്ട് എടുക്കുന്നൊന്നും കാണിക്കുന്നില്ല, പകരം എൻ്റെ അക്കൗണ്ട് ജസ്റ്റ് ഒന്ന് ഞാൻ ലോഗിൻ ചെയ്ത് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ. ഈ ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എനിക്ക് അവൈലബിൾ ആയിട്ടുള്ള ബോറോയിങ് ലിമിറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. 10,000 ആണ് എനിക്ക് അവൈലബിൾ ആയിട്ടുള്ള ബോറോയിങ് ലിമിറ്റ്. ജസ്റ്റ് ഒരു ആധാറിൻ്റെയും പാൻറ്റിയും ബലത്തിൽ. ഇത് ഞാൻ 3 വർഷം അടിപൊളിയായിട്ട് ഒരു റീപേയ്മെൻറ്റ് പോലും ലേറ്റ് ആവാതെ കറക്റ്റ്ലി അവരെ കൊണ്ട് ബുദ്ധിമുട്ടിപ്പിക്കാതെ അവരെ റീപേ ചെയ്തുകൊണ്ടാണ് ഈ ലിമിറ്റ് എനിക്ക് ഇത്രയും കിട്ടിയത്. ഇത് കറക്റ്റ് റീപേ ചെയ്യാത്ത ആൾക്കാരുടെ ലിമിറ്റ് കുറഞ്ഞിട്ടുണ്ട്, ചിലവരുടെ അക്കൗണ്ട് ബ്ലോക്ക് ആയിട്ടുണ്ട്. നമ്മുടെ കോളേജിൽ പഠിക്കുമ്പോൾ നമ്മളുടെ ക്ലാസ്സിലെ പിള്ളേരൊക്കെ എടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് 10,000 അവൈലബിൾ ആണ്. ഇത് നമ്മുടെ എങ്ങനെ എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിങ്ക് അടിയിലുണ്ട്, സിമ്പിളാണ്. അവിടെ കയറി നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അപ്ലോഡ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ ഇൻ്റർവൈസ് നിങ്ങൾക്ക് കിട്ടും. നിങ്ങളുടെ എമൗണ്ട് അപ്രൂവ് ആയി കഴിഞ്ഞാൽ ഇവരുടെ ടോട്ടൽ ബോറോയിങ് ലിമിറ്റ് 10,000. നിങ്ങൾക്ക് 500 രൂപയായിരിക്കും, ചിലപ്പോൾ 1000 രൂപയായിരിക്കും ബോറോയിങ് ലിമിറ്റ്. അതിനുശേഷം അവൈലബിൾ ബോറോയിങ് ലിമിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഞാനിതിന്ന് എടുത്തിട്ടില്ല ഇതുവരെ ഒന്നും. ഈ അടുത്തിട്ടോ റീസെൻ്റ് ആയിട്ടൊന്നും എടുത്തിട്ടില്ല. നമ്മൾ മുന്നേ എടുത്ത് ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. ആക്ടിവിറ്റിയിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ പെയ്ഡ് ചെയ്തിട്ടുള്ള കാണാനായിട്ട് പറ്റും. ഇതൊക്കെ നമ്മൾ റീപേ ചെയ്തിട്ടുള്ളതാണ്. ഇന്ന് എടുത്തിട്ട് തീരുന്നില്ല. കണ്ട, നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് 2019 ഇപ്പോൾ 2019 നമ്മൾ സ്റ്റാർട്ടിങ് 2019 ഫെബ്രുവരി മറ്റുമാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ 2021 അപ്പോൾ നല്ലൊരു ആപ്ലിക്കേഷൻ ആയതുകൊണ്ടാണ് എനിക്ക് ഇത്രയും കാലം ഞാൻ അത് കണ്ടിന്യൂസ്ലി ഉപയോഗിച്ചത് തന്നെ. നല്ല സർവീസും കാര്യങ്ങളൊക്കെയാണ് അവരുടെ ഭാഗത്ത്, നല്ല കസ്റ്റമർ സപ്പോർട്ടും ടീമും കാര്യങ്ങളൊക്കെ അവർക്കുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് നമുക്ക് ഇവരുടെ ലോൺ റിക്വസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത ഡേറ്റും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് റീസെൻ്റായിട്ട് ചെയ്തതാണ്. ഇതൊക്കെ നമ്മൾ റീസെൻ്റായിട്ട് ചെയ്ത കാര്യങ്ങളാണ്. പിന്നെ നമുക്കിതിൽ അക്കൗണ്ട്സ് ആഡ് ചെയ്യാനായിട്ട് ബാങ്ക് അക്കൗണ്ട് ഇവിടെ വേണമെങ്കിൽ നമുക്ക് വേറെ ബാങ്ക് അക്കൗണ്ട് ആയിട്ട് ആഡ് ചെയ്യാനായിട്ട് ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ പ്രൊഫൈൽ വേണമെങ്കിൽ ഇവിടെ ചെക്ക് ചെയ്യാം. പിന്നെ എനിക്കിപ്പോൾ ഒരു ഓപ്ഷൻ അവർ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് ഒരു ഹയർ എമൗണ്ട് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാനായിട്ടൊരു ഓപ്ഷൻ അവർ കൊണ്ടു തന്നിട്ടുണ്ട്. വേണമെങ്കിൽ എനിക്കൊരു ഹയർ എമൗണ്ട് ഇതിൽ നിന്ന് എടുക്കാനായിട്ട് പറ്റും. അത് വേണമെങ്കിൽ മാത്രം, ഞാൻ എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. എനിക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിലൊരു ഹയർ എമൗണ്ടും കൂടി ഞാൻ എലിജിബിൾ ആവുന്നതായിരിക്കും. അതിനായിട്ട് കുറച്ച് ബേസിക് ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇനി നമുക്കിതിൽ എങ്ങനെ ഒരു എമൗണ്ട് എടുക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതിന് ഐ വാണ്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ടോ, നമ്മൾ ക്ലിക്ക് ചെയ്യാം. എമൗണ്ട് എത്രയാണ് വേണ്ടതെന്ന് ക്ലിക്ക് ചെയ്യാം. ഞാനൊരു 500 വെച്ചിട്ട് കാണിച്ചു തരാം. അതിനുശേഷം 10 ഷോർ എടുക്കുക. 10 ഷോർ എടുത്ത് 30 + 90 ഡേയ്സ് ഉണ്ട് വേണമെങ്കിൽ, അല്ലെങ്കിൽ 61 ഡേയ്സ് ഉണ്ട്, 2 മാസം അല്ലെങ്കിൽ 3 മാസം. ഞാനിപ്പോൾ 30 + 90 ഡേയ്സ് എടുക്കുകയാണ്. ഇതിൻ്റെ ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 480 രൂപയായിരിക്കും നമുക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ആവുക. അതിൽ പ്രോസസ്സിംഗ് ഫീ 17 രൂപ വരുന്നുണ്ട്. പിന്നെ 3 രൂപ GST വരുന്നുണ്ട്. അതിനുശേഷം നമ്മൾ റീപേ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 530 രൂപ, ഏകദേശം 50 രൂപയോളം നമ്മൾ എക്സ്ട്രാ റീപേ ചെയ്യണം ഒരു മന്ത് കഴിഞ്ഞാൽ. ഇതാണ് ഇതിൻ്റെ റേറ്റ്. പിന്നെ നമുക്കിത് ഇൻസ്റ്റാൾമെൻറ്റ് പോലെയൊക്കെ റീപേ ചെയ്യാം. ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ്, സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റ്, അങ്ങനെ വേണമെങ്കിൽ നമുക്ക് റീപേ ചെയ്യാം. അല്ലെങ്കിൽ ഒരുമിച്ച് ക്ലോസ് ചെയ്ത് കളയണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ക്ലോസ് ചെയ്ത് കളയാനായിട്ട് ഓപ്ഷൻ ഉണ്ട്. ഇങ്ങനെയാണ് ഒരു ലോൺ റിക്വസ്റ്റ് ചെയ്തെടുക്കുക. ഇത് നമ്മൾ റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇവരുടെ എഗ്രിമെൻറ്റ് ആക്സെപ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എമൗണ്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ആവുന്നതായിരിക്കും. ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ, Paytm ഒക്കെ ആണെങ്കിൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ കയറും. ഇനി ബാങ്ക് അക്കൗണ്ട് ട്രാൻസ്ഫർ ആണെങ്കിൽ ചിലപ്പോൾ കുറച്ച് ലേറ്റ് ആവും, ഒരു 4 മണിക്കൂറോ 3 മണിക്കൂറൊക്കെ പിടിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്നേ ഉള്ളൂ. ഇനി എടുക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടില്ല. അത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് തന്നെ ആപ്പിൽ നിന്ന് ചെയ്യാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇത്രേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്ക്, അടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഉള്ളിടത്തേക്ക് വീഡിയോ ഉണ്ട്. എല്ലാവർക്കും നന്ദി, താങ്ക് യു.